ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്ക് ഇന്ന് പുതിയൊരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെയാണ് അല്ലേ. മേക്ക് ഓവർ വീഡിയോ ചെയ്യാൻ പോവാണ് കേട്ടോ. മേക്ക് ഓവർ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ചെയ്ത് തുടങ്ങാം. ചെയ്ത് വഴിയെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ കണ്ടപ്പം ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. നമുക്ക് ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് റെഡിയായി തീരണം. കുറച്ച് പരിപാടികളുള്ള ഒരു മേക്ക് ഓവറാണ് കേട്ടോ. കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് ടഫായിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ മേക്കപ്പിൽ നമുക്ക് കൂടുതൽ സമയം കളയാൻ വേണ്ടിയിട്ട് ഇല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യങ്ങളിലേക്ക് കിടക്കാം. ചെയ്യാൻ വേണ്ടിയിട്ടും പിക്ക് എടുക്കാൻ വേണ്ടിയിട്ടും ഭയങ്കര ഇഷ്ടമുള്ള ഒരു മേക്ക് ഓവറാണ് കേട്ടോ ഇതെന്ന് പറയുമ്പോഴത്തേക്ക്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഒരു രീതിയിലുള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സെറ്റാഫിൻ്റെ മോയ്സ്ചറൈസറാണേ. പിന്നെ നമുക്കടുത്ത് കുറച്ച് ലിപ് ബാം ഇടാം. ചുണ്ടൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഡോട്ട് ആൻഡ് കീയുടെ ലിപ് ബാം ആണ് കേട്ടോ. നല്ല ലിപ് ബാം ആണ്. നന്നായിട്ട് നമ്മുടെ ചുണ്ടൊക്കെ നന്നായിട്ട് മോയ്സ്ചറായിട്ട് വയ്ക്കുക. ഡോട്ട് ആൻഡ് കീയുടെ നമ്മൾ കുറേ നാളായില്ലേ ഒരു മേക്കപ്പ് വീഡിയോ ഒരു മേക്ക് ഓവർ വീഡിയോ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ഞാൻ വിചാരിച്ച് നമുക്ക് ഇന്ന് ചെയ്യാമെന്നുണ്ട്. എന്തായാലും ഞാൻ റീൽ എടുക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗവുമാണ് കേട്ടോ ഇത്. അപ്പം നമുക്ക് ഒന്നിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചേ. അപ്പോൾ നമുക്കടുത്ത് ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാം. ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷനാണ് കേട്ടോ. നല്ല ഫൗണ്ടേഷനാണ്. ഷെയ്ഡ് വന്നിട്ട് 310 ആണ് എൻ്റെ ഷെയ്ഡ് വരുമ്പോൾ. അപ്പോൾ ഞാനത് കുറച്ച് എൻ്റെ കയ്യിലെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്തിട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടഫായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇട്ട ഉടനെ തന്നെ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം നമുക്കിനി ഐബ്രോ ചെയ്യാം. ഐബ്രോ ഞാൻ ത്രെഡ് ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇന്ന് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ത്രെഡ് ചെയ്യണം എന്ന് വിചാരിച്ചതാ. പക്ഷെ ഞാൻ മറന്നുപോയി കേട്ടോ. അതാണ് സത്യം. എനിക്ക് ക്യാമറ നോക്കി ഐബ്രോ ചെയ്യൽ കുറച്ച് ടാസ്ക്കാണ്. എന്നാലും ഞാൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഐബ്രോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഐബ്രോ ഒക്കെ വലിയ സുഖമില്ല എന്നും ചെയ്യുന്നതിൻ്റെ വലിയൊരു സുഖം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത് ഇത് കാജലിട്ട് കൊടുക്കാം. കാജലാണ് ഇതിൻ്റെ മസ്റ്റ് കേട്ടോ. മെയിൻ ഘടകം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ലുക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ കാജൽ വേണം. അപ്പോൾ നമുക്ക് കാജൽ ഞാൻ മുന്നേ വരച്ചത് കുറച്ച് കിടപ്പുണ്ട് കേട്ടോ കണ്ണിൽ. ഫോൺ ആയതുകൊണ്ട് ഒരു സുഖമില്ലായ്മ. കണ്ണ് ചെറുതായിട്ടൊന്ന് സ്മജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മതിയെന്ന് തോന്നുന്നു. മതിയല്ലേ. ഇത് മാർസിൻ്റെ ബ്ലഷ് അവർ നൈറ്റ് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരിതാണ്. ബ്ലഷ് യൂസ് ചെയ്യുന്ന ഇങ്ങനെ എടുത്തിട്ട് കയ്യിലൊന്ന് ആക്കും. എന്നിട്ടാണ് കേട്ടോ ഞാൻ ബ്ലഷ് ഇടാറ്. ചിലപ്പോൾ ഇത് കൂടിപ്പോകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. കൂടിയെന്ന് തോന്നുന്നു. അതെ. എന്നിട്ട് എനിക്ക് ബ്ലഷ് ഇപ്പോൾ ഭയങ്കര അഡിക്ഷനാണ് കേട്ടോ. ബ്ലഷ് ഇല്ലാണ്ട് ഇപ്പം ഞാൻ അടുത്ത കടയിൽ പോലും പോകാത്തൊരവസ്ഥയാണ് കേട്ടോ. പക്ഷെ കുറച്ചൊന്ന് കൂടുതലാണ്. അതിനോ എനിക്കറിയാം. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊന്ന് സെറ്റിലാവും കേട്ടോ. അപ്പോൾ കണ്ണാടി പോയി നോക്കുമ്പോഴത്തേക്കേ കറക്റ്റ് അറിയത്തുള്ളൂ കേട്ടോ. അത് വേറെ കാര്യം. അപ്പോൾ നമുക്ക് അതിനടുത്ത് മസ്കാര ഇട്ട് കൊടുക്കാം. മസ്കാര മസ്റ്റാണ്. കണ്ണ് ഹൈലൈറ്റ് ആണ് കേട്ടോ. ഈ ലുക്കിൽ വരുമ്പോൾ കണ്ണ് കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് എസൻസിൻ്റെ മസ്കാരയാണ്. കുറച്ചൊന്ന് ഷാർപ്പാക്കി കൊടുക്കുന്നുണ്ട്. അടുത്തിടെ ലിപ്സ്റ്റിക് ഇടാം. ലിപ്സ്റ്റിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ലൈവ് എപ്പോൾ പോയാലും എല്ലാവരും ചോദിക്കുന്നതാണ് ലിപ്സ്റ്റിക് ഷെയ്ഡ് നല്ലതാണോ, ലിപ്സ്റ്റിക് ഷെയ്ഡ് നല്ലതാണല്ലോ എന്ന്. അപ്പോൾ ഞാനും പറയും വീഡിയോയിലിടാന്ന്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് മാറ്റ് ലുക്ക് സ്റ്റേ എക്സ്റ്റെൻഡ് ഇൻ മൂസ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. എൻ്റെ ഫേസിന് നമ്മുടെ ഫേസൊക്കെ നന്നായിട്ട് ബ്രൈറ്റ് ചെയ്ത് നമ്മൾ നല്ലൊരു ബ്രൈറ്റ്നെസ് ഫേസിന് കിട്ടാൻ വേണ്ടി ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കരമാണ്. അതിൻ്റെ ഷെയ്ഡ് വരുമ്പോഴത്തേക്ക് ന്യൂ മെറൂൺ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അടിപൊളി ഷെയ്ഡാണ്. ഇത് ഏകദേശം കഴിഞ്ഞു എൻ്റെത്. ഇനി ഒന്നുകൂടെ വാങ്ങണം. അപ്പോൾ അതാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. ലിപ്സ്റ്റിക്ക് മസ്റ്റാണ്. നല്ല ഡാർക്ക് ഷെയ്ഡ് ലിപ്സ്റ്റിക്ക്. എൻ്റെ മീശയും വളർന്നു, എൻ്റെ പിരികളും വളർന്നു, എല്ലാം വളർന്നു. അപ്പം ഞാൻ മേക്കപ്പ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിനി അടുത്ത്
ഹെയർ സ്റ്റൈലാണ്. ഹെയർ സ്റ്റൈൽ കിട്ടുമ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എന്ത് ലുക്കാണ് ചെയ്യാൻ പോകുന്നതെന്ന്. അതിൻ്റെതാണ് ഈ ഇരിക്കുന്നത്. അത്രയും ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോഴത്തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ എന്ത് ലുക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കെ, നമുക്ക് ഹെയർ സ്റ്റൈൽ തുടങ്ങാം. ഹെയർ സ്റ്റൈൽ എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ ഹെയർ എല്ലാം കൂടിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഒരു സാധനം നമ്മൾ ചെയ്യാൻ പോവാണ് കേട്ടോ. ഇങ്ങോട്ടേക്ക് കെട്ടുക. ഓക്കെ, ഇങ്ങോട്ടേക്ക് കെട്ടുക. ഇവിടെ ഒരു ടൈ ഇട്ട് കൊടുക്കുക. എനിക്കിപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ചെറിയ രീതിയിൽ. നമുക്ക് അടുത്തൊരു സാധനം വേണം. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? വട എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് വട കെട്ടാം. ഇതിനകത്തോട്ടേക്ക് വെക്കുക. ഓക്കെ, ഇതിനകത്തോട്ടേക്ക് വെക്കുക. ഇതെല്ലാം കൂടി ഇങ്ങനെ ആക്കുക, കാണാമല്ലോ. എന്നിട്ട് കുറച്ച് മുടിയായിട്ട് ഇങ്ങനെ ചുറ്റിക്കുക കേട്ടോ. ഇങ്ങനെ ചുറ്റിച്ച് ഒരു വട മോഡലാക്കുക. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, വട മോഡലാക്കിയിട്ട് യൂപ്പിൻ എടുക്കുക. യൂപ്പിൻ വെച്ചൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പോകരുത്. നമുക്കിതിൽ പൂ വയ്ക്കാനുണ്ട്. ഏകദേശം ലുക്ക് പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടോ? ഞാൻ ഈ ഷൂട്ട് എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഓർഡർ റിട്ടേൺ എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വന്നു കേട്ടോ. ഞാൻ മുങ്ങിക്കളഞ്ഞു. ഈ ലുക്കിലൊക്കെ എങ്ങനെയാണ് പോയി നിൽക്കുക. അപ്പോൾ നമുക്ക് പൂ വയ്ക്കാം. ഒറ്റ മതിയാവും. പൂ വയ്ക്കാം കേട്ടോ. പൂ ഇങ്ങനെ വെച്ച് ചുറ്റിച്ച് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഈ പൂവ് നമുക്ക് യൂപ്പിന് വെച്ചിട്ട് കൊള്ളാം അല്ലേ, സെക്യൂർ ചെയ്ത് കൊടുക്കുക. പൂവ് നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഇരിക്കണം, ഇല്ലെങ്കിൽ പോരും. അടുത്ത് നമുക്ക് ഡ്രസ്സ് ഇടണം, ഓർണമെൻറ്റ്സ് ഇടണം. ഞാൻ പോയിട്ട് ഓർണമെൻറ്റ്സ് ഇടണോ ഡ്രസ്സ് ഇടണോ എന്താണ് കൺഫ്യൂഷൻ. ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം അല്ലേ. ആദ്യം ഞാൻ പോയി ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അത് കുറച്ച് പരിപാടിയുണ്ട്. ഡ്രസ്സ് ഇട്ടിട്ട് കാണാം കേട്ടോ. ഓക്കെ, സംശയിക്കേണ്ട കേട്ടോ. താഴോട്ടുണ്ട് നമ്മളിന്ന് ചെയ്യുന്നത് ഒരു തമ്പുരാട്ടിയുടെ ലുക്കാണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു തമ്പുരാട്ടി ഒന്നും തോന്നുന്നില്ലായിരിക്കും. ബാക്കിയൊക്കെ കൂടെ റെഡി ആകുമ്പോൾ ചെറിയൊരു ചായ എവിടെയെങ്കിലും ഉണ്ടായാൽ കൊള്ളാം എന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ബാക്കി ഓർണമെൻറ്റ്സ് ഒക്കെ ഇടാം. ഇതൊന്നും മാറ്റട്ടെ. ജുമുക്കയാണല്ലോ ഇടുന്നതല്ലേ. ഈ ജുമുക്ക് കൊള്ളാമോ? ഏത് ജുമുക്കയാണ് നല്ലത്? ഇട്ടോക്കട്ടെ. എനിക്ക് പേഴ്സണലി ഇഷ്ടം ഇതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ജുമുക്ക ഇട്ടിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് മാല ഇടാം. മാല ഒരു വലിയൊരു പാലക്ക മാലയുണ്ട്, ഒരു കാശുമാലയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്നും ഒരു വലിയ മാലയായിട്ട് ഇങ്ങനെ ഇടാം. കൊള്ളാം അല്ലേ? നമുക്ക് കാശുമാല ഇട്ട് കൊടുക്കാം കേട്ടോ. കാശുമാല ഇതെല്ലാം എൻ്റെ പ്രോഗ്രാമിൻ്റെ ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം ഏകദേശം ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വളയിൽ ഇട്ട് കൊടുക്കാം. പേഴ്സണലി ഐ ഡോണ്ട് ലൈക്ക് ഗോൾഡ്. അപ്പോൾ പൊട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ കുത്തണോ വെക്കണോ വേണ്ടയോ എന്നാണ് ആലോചിച്ചത് കേട്ടോ. സിന്ദൂരത്തിലിട്ട് നോക്കാം. ഞാൻ പൊട്ടും വെച്ചിട്ടുണ്ട്. ഇത് കൊള്ളാമെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് കാണിച്ചു തരാം. മൂക്കുത്തി അല്ല, ഞാൻ എൻ്റെ വേറൊരു കമ്മൽ ഇരുന്നതിന് ഞാൻ മൂക്കുത്തി ആക്കി എടുത്തതാ. വെച്ച് നോക്കട്ടെ. അയ്യോ, തുമ്മ വരുന്നു. ഇതെങ്ങനെയുണ്ട്? വെച്ചിട്ട് കൊള്ളാമെന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. റീലൊക്കെ കാണുമ്പോൾ വെറും ഒരു 20 സെക്കൻഡ് 30 സെക്കൻഡ് ഒക്കെ ആവും ഒരു റീലുണ്ട് എടുക്കുന്നത്. എൻ്റെ പിന്നിൽ വലിയൊരു ഒരു അധ്വാനമുണ്ട് കേട്ടോ. ഒരുപാട് സമയത്തെ അധ്വാനമുണ്ട്. പിന്നൊരു ഇഷ്ടം, ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് സമയം കാര്യങ്ങളൊക്കെ പോകുന്നൊരു പരിപാടിയാണ് കേട്ടോ. ചെറിയ ഇങ്ങനത്തെ രീതി, ഇങ്ങനത്തെ കോസ്റ്റ്യൂമൊക്കെ ചെയ്തു വരുമ്പോൾ വേറെ രീതിയിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് കൊള്ളാൻ തോന്നുന്നു അല്ലേ? ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാണ് കേട്ടോ ഫുൾ ലുക്ക് വരുമ്പോഴത്തേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എൻ്റെ ഇന്നത്തെ മേക്ക് ഓവർ. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണം. അപ്പോൾ നാളെ കാണാം. ബൈ.